എന്താ ശരത്തുമോൻ എന്തു പറ്റി? ഒന്നും പറ്റിയില്ല മുത്തശ്ശി. പ്രഭാവതി അമ്മയുടെ അവയവങ്ങള് ആവശ്യക്കാർക്ക് കൊടുക്കാൻ ശരത്ത് തീരുമാനിച്ചു. അതിന് പ്രഭാവതി മരിച്ചോ? മരിച്ചില്ല, പക്ഷെ സ്റ്റേജ് ക്രിട്ടിക്കല. അതൊരു നല്ല കാര്യമാവൻ ചെയ്തത് അല്ലേ മനോഹര? എന്നും പറയാം. അതെന്താ ഒരു ഇഷ്ടക്കേട് പോലെ? എടാ, നല്ലത് ചെയ്യുന്നത് ആരാണെങ്കിലും അതിനെ അഭിനന്ദിക്കാനുള്ള മനസ്സ് കാണിക്കണം മനോഹര. ഒന്നും അല്ലെങ്കിലും അവൻ ഇവിടുത്തെ കുട്ടിയല്ലേ? ഇവിടുത്തെ കുട്ടി ഈ വീട്ടിൽ താമസിക്കുന്നെന്ന് കരുതി ശരത്ത് അങ്ങനെ ഇവിടുത്തെ കുട്ടിയാകുന്നേ? നിത്യ ഉണ്ടായിരുന്നെങ്കിൽ നിത്യ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്നെങ്കിലും പറയായിരുന്നു. ഇപ്പൊ അതുമില്ലല്ലോ. ശരത്തുമായിട്ട് നമുക്കോ ഈ വീടുമായിട്ടോ ഈ വീട്ടിലുള്ളവരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് നീ അസൂയോണ്ട് പറയുന്നതാ. അവൻ പ്രശസ്തനാവുന്നത് നിനക്ക് നിന്റെ മരുമോക്ക് സഹിക്കില്ലല്ലോ. എന്തറിഞ്ഞിട്ടാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവയവങ്ങൾ ദാനം ചെയ്യാൻ ശരത്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണും. ഒന്നും കാണാതെ ഒന്നും അവനത് ചെയ്യില്ല. അത് നമ്മക്കറിയാം മോളെ, അത് അമ്മയ്ക്കറിയത്തില്ലല്ലോ. അമ്മ വിചാരിച്ചിരിക്കുന്നതേ ശരത്ത് മഹാനാണെന്നാ. മഹാൻ? ഇത്രയും കുഴപ്പക്കാരനായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന് നിന്നോട് അവൻ എന്ത് ചെയ്തു? എന്നോടവൻ എന്ത് ചെയ്തുന്നോ? നിത്യയുടെ സ്ഥാനമല്ലേ എനിക്ക് ഈ വീട്ടിലുള്ളത്. നിത്യയോട് അവൻ എന്ത് ചെയ്തു മുത്തശ്ശിക്കറിയില്ലേ? എന്താ മോളെ നീ ഇങ്ങനെ ബാധ കയറിയതുപോലെ? എടി, നീ ഒന്ന് അടങ്ങ്. ശരത്ത് കള്ളനാ. അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതിലും കാണും എന്തെങ്കിലും ഒരു ലാഭക്കണ്ണ്. ഇതും അങ്ങനെ തന്നെയാ. അതെന്താണെന്ന് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. എന്നിട്ട് മതി അഭിനന്ദിക്കലും ആദരിക്കലും ഒക്കെ. ഇത്തരം ചെറുപ്പക്കാരാണ് ഈ നാടിന് ആവശ്യം. സ്വന്തം അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല, അമ്മയുടെ മൃതദേഹം കൂടി മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാനും ശരത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ തീരുമാനിച്ചിരിക്കുക. ഇതൊരു അപൂർവ നിമിഷമാണ്. എല്ലാരും മാതൃകയാക്കേണ്ട നിമിഷം. സമൂഹത്തോട് അത്രയ്ക്കും കടപ്പാടുള്ള ഒരാളാണ് ഞാൻ. നമ്മളെല്ലാരും അവകാശങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തോട് കടമകളും ഉത്തരവാദിത്തങ്ങളും അത് പാലിക്കാൻ തീരുമാനിച്ചു എന്നൊരു ചെറിയ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ പെട്ടെന്ന് അമ്മയെക്കുറിച്ച് ഓർത്തു. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമായിരുന്നു. അമ്മ പോയ ഞാൻ ഈ ലോകത്ത് തനിച്ചായിപ്പോ. കലക്കി അല്ലേ? എന്ത് ഓർഗൻ ഡൊണേഷൻ അനൗൺസ് ചെയ്യുന്ന ചടങ്ങേ ശരത്തിന്റെ സങ്കടം കണ്ടോ? കരഞ്ഞത് കണ്ടോ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അവയവദാനത്തിന് നീ എതിരായിരുന്നല്ലോ, ഇപ്പൊ തീരുമാനം മാറ്റിയോ? ശരത്തിന്റെ വിഷമം കണ്ടപ്പോ എന്റെ മനസ്സലിഞ്ഞുപോയി. പാവ ശരത്ത് എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എല്ലാം ഒരുതരം അഭിനയമായിട്ടാ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നും. യഥാർത്ഥ ദുഃഖം കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. പിന്നെ ഈ കാണിക്കുന്നതാണല്ലോ യഥാർത്ഥ ദുഃഖം. ശരത്ത് ചെയ്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അവന് കിട്ടും. അതല്ല, അതിന് പിന്നിൽ വല്ല കള്ളത്തരമോ സ്വാർത്ഥതയുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഞാൻ ചെന്ന് ശരത്തിനെ അഭിനന്ദിക്കാൻ പോവാ. ഇത്രയും വലിയൊരു മനുഷ്യസ്നേഹിയെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയുടെ ആന്തരിക അവയവങ്ങളാണ് ദാനം ചെയ്യുന്നതെന്ന് ഓർക്കണം. ഗ്രേറ്റ്, ശരിക്കും മഹാനാ ശരത്ത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അവന്റെ ഒരു പടം വാങ്ങിച്ച് പൂജാമുറിയിൽ വെക്കും. എന്നിട്ട് ദിവസം വിളക്ക് വെച്ച് പൂജിക്കും. ലക്ഷണമൊത്ത ഒരു ബോണ്ട് ക്രിമിനൽ, അതാണ് ശരത്ത്. അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്തെന്ന് വെച്ച് അവന്റെ പേരൊന്നും മാറാൻ പോകുന്നില്ല. അവൻ ഉൾപ്പെട്ട കേസും ഇല്ലാതാവാൻ പോകുന്നില്ല. ഇതിന്റെ പേരാണ് അസൂയ. ഇതിന് മരുന്നില്ല.
എന്തായാലും ഞാൻ പോവാ. എനിക്ക് ശരത്തിനെ കാണണം.